ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ 46 വർഷത്തെ ഇടവിട്ടുള്ള ഇലക്ഷനെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആളും ബഹളവും, ഒരുപാട് പേര് വരികയും പോവുകയും ഫോൺ വിടും. ഞാൻ കൂട്ടത്തിൽ പലയിടത്തും പോയിട്ടുണ്ട്. എങ്കിലും ഒരു സ്റ്റേജിലും ഞാൻ പോയിട്ടില്ല. ഒരു ഉമ്മൻചാണ്ടി ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വീട് പോലും ഞാൻ കയറിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് സംശയമുണ്ട്, ഉമ്മൻചാണ്ടി ഒരു കോൺഗ്രസ് MLA അല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു പോലും. അപ്പം ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ്റെ കുടുംബം ഉറച്ച കോൺഗ്രസ് കുടുംബമാണ്. കോൺഗ്രസിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി വിജയിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എൻ്റെ ഫീൽഡ് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരെ കുറിച്ചൊക്കെ പാട്ട് വിട്ട് പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും പോകാനൊക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദൈവിക പ്രകാരം ആരോഗ്യം തരുന്ന അനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ചാണ്ടി മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് നിൽക്കുക എന്നൊക്കെ അന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണല്ലേ കുടുംബം മുഴുവനായിട്ട് ഇറങ്ങാൻ പറ്റുന്നത്. കുടുംബം പ്രചാരണമല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയത്തിൽ വന്നത്. നമ്മൾ പ്രചാരണത്തിനെ ഇറങ്ങുന്നുള്ളൂ. അത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു അച്ചുമോള് വിവാഹപ്രായമായപ്പോൾ തൊട്ട് ഒരു ഡിസ്കഷൻ വീട്ടിൽ നടന്നു. അപ്പം ഉമ്മൻചാണ്ടി ശക്തമായൊരു ഉമ്മൻചാണ്ടി പറയുന്നതാണ് വീട്ടിലെ തീരുമാനം. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ നിന്ന് ചാണ്ടി മതി, അച്ചുവിനെ ഒരു നല്ല വിവാഹം ആലോചിച്ച് കൊണ്ടുപോകണമെങ്കിൽ അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നിടത്തോളം അത് കുറച്ച് ചില ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ കൂട്ടായ തീരുമാനം എടുത്തു. അത് തന്നെയല്ല ഉമ്മൻചാണ്ടി ചാണ്ടിമോനെ എൻ്റെ വിചാരം 2002 അങ്ങോട്ട് തൊട്ട് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അവന് ഒരു സ്ഥാനവും അർഹിക്കുന്നത് പോലും കൊടുക്കുന്ന താല്പര്യം ഉമ്മൻചാണ്ടി കാണിച്ചിട്ടില്ല ഒരിക്കൽ പോലും. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ആരും വേണ്ട. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടി പിൻഗാമിയായിട്ട് ചാണ്ടിമോൻ വരട്ടെ എന്ന് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ എനിക്ക് എൻ്റെ സൂചന തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമ്മൾ കുടുംബമായി ഒന്നിച്ചിറങ്ങുന്നു, മറിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി എന്നും ചാണ്ടിയുമ്പം തന്നെയാണ്. അത്രയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഇത്രയും നാളത്തെ അനുഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ചാണ്ടിമോനെ അവൻ്റെ ഡിസർവിങ് എടുക്കുന്ന പോസ്റ്റ് പോലും കൊടുക്കാനായിട്ട് ഒരു താല്പര്യം ഒരിക്കലും കാണിച്ചിട്ടില്ല. വരുന്നെന്ന് പറഞ്ഞു, പ്രചരണത്തിന് വരുന്നെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയാമല്ലോ മക്കളെ. ഒന്നുമില്ല. ഇന്നലെ എനിക്കൊക്കെ പെട്ടെന്നൊരു ഇങ്ങനെ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ അറിയുന്ന ഇങ്ങനെ എനിക്ക് ഫേസ്ബുക്കോ മൊബൈലോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് റേഡിയേഷൻ്റെ പ്രോബ്ലമുണ്ട്. എനിക്ക് ഫേസ്ബുക്കോ അതൊന്നും ഇല്ല, മൊബൈലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഞാൻ കേൾക്കുന്നത് അച്ചുവിനെ കുറിച്ചും ചാണ്ടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ BJP പോകുന്നെന്ന് ഒരു സംസാരമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ കുടുംബമായിട്ട് ചാണ്ടിയുമ്പൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ 3 മക്കളും തുണ്ടം കണ്ടിച്ചിട്ട് അവർ BJP പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല. ഞാൻ AK ആൻ്റണിയുടെ മോൻ എനിക്ക് ചാണ്ടിയുമ്മനെ പോലെ തന്നെ അവരുടെ കല്യാണം വിളിച്ചു നടന്നു.
ഗർഭിണിയായ പെരിസത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പ്രസവത്തിനൊക്കെ ഉള്ളായിരുന്നു. ആന്റണിയുടെ കൊച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആന്റണിയെ അതിന് മുമ്പ് 77 തുടക്ക് എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു അന്ന് തൊട്ട് ആന്റണിയായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. 79 തൊട്ട് എലിസബത്ത് ആന്റണിയായിട്ട് നല്ല അടുപ്പമുണ്ട്. എനിക്ക് എപ്പോഴും പറയാം ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും എലിസബത്ത് ആന്റണി തന്നെയാണ്. എൻ്റെ കൂട്ടത്തിൽ ഒത്തിരി എന്നോടൊപ്പം കരഞ്ഞ എല്ലാവരും കരഞ്ഞു. നിങ്ങളൊക്കെ കരഞ്ഞില്ല, എല്ലാവർക്കും വിഷമമാണെന്നറിയാം. പക്ഷേ ചിരിക്കുമ്പോൾ 1000 പേരാണ് കരയുമ്പോൾ. പക്ഷെ എൻ്റെ സ്ഥിതി ഇത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കരഞ്ഞു. പിന്നെ കണക്ക് പറഞ്ഞാൽ ഞാൻ എത്രാമത്തെ ഭാര്യയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4ാമത്തെ ഭാര്യയാണ്. 1ാം ഭാര്യ പുതുപ്പള്ളി, 2ാം ഭാര്യ എല്ലാ മലയാളികളും ലോകത്തിൻ്റെ എല്ലായിടത്തുമുള്ള, 3ാം ഭാര്യ കോൺഗ്രസ്, 4ാം ഭാര്യ എന്നെ സീനിയറായിട്ടുള്ളൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹമാണ് ഇന്ത്യ മുന്നിൽ. പിന്നെ നെഹ്റു കുടുംബത്തെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഒരുപാട് കരഞ്ഞു. അതിനെക്കാട്ടിലേറെ വല്യവായിൽ ഉമ്മൻചാണ്ടി കളിച്ച് വല്യവായിൽ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ വല്യവായിൽ കരഞ്ഞു. അത് ചാണ്ടിയമ്മന് ഒരു ബന്ധം, ആ ഈസ്റ്റർ കണ്ട് മോനുമായിട്ടൊരു ബന്ധം. മോന് കൊച്ചു LKG UKG കണ്ട് പഠിക്കുമ്പോഴാണ് ഒരു ക്രിസ്മസ് കാർഡ് അയച്ചു. പക്ഷെ ഉടനെ തന്നെ റിപ്ലൈ വന്നു. പിന്നെ രാജീവ് ഗാന്ധി തന്നെ ഇങ്ങോട്ടൊരു ഈസ്റ്റർ കാർഡ് അയച്ചു. അപ്പോഴത്തേക്ക് ചാണ്ടിമരങ്ങ് ഭയങ്കര, ഇപ്പോഴാരെങ്കിലും ഇവിടെ അപ്പുറത്തുള്ള അയൽവക്കത്തുകാർക്ക് ഇനി റോക്ക് ചെയ്യാൻ പറയും. ഞങ്ങൾ അങ്ങനെ മറ്റേ കുറച്ച് മോശമായിട്ട് പറഞ്ഞാലും അപ്പം അവരെ കൈക്കിട്ട് തടിക്കാൻ നോക്കും. അത്ര ഒരു ബന്ധമുണ്ട് ആ കുടുംബമായിട്ട്. എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്. പിന്നെ അവരല്ലേ ഭാരതത്തിൻ്റെ ശില്പി. നമ്മൾ വീട് പെയിൻറ്റ് ചെയ്യാനും ഒക്കെ ബേസ്മെൻറ്റിട്ട് വീട് കെട്ടി വിത്ത് കെട്ടി, അതല്ല എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിച്ച 5ാം ക്ലാസ് അങ്ങനെ പഠിച്ച ഓർമ്മയുള്ളൂ ഈ പഞ്ചവത്സര പദ്ധതി അതും ഇതൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്നെ വെച്ചോ അത് ഇതുവരെ ഉണ്ടായ ശേഷമല്ലേ അതിൻ്റെ പുറത്തല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് അതുകൊണ്ട് ആ ഒരു എപ്പോഴും നമ്മുടെ പിന്നെ ഉമ്മൻചാണ്ടി ഒരു കാര്യം കൂടെ പറയുമായിരുന്നു. ഉമ്മൻചാണ്ടി എനിക്ക് എപ്പോഴും കിട്ടുന്നത് നിങ്ങൾക്കറിയാം 24/7. അപ്പോൾ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ നാച്ചുറലി ഒരു ഭാര്യ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഇതൊന്നും ഇങ്ങനെ പറയും. ഭാവി അപ്പം ഈ സ്വാതന്ത്ര്യ സേനാനികളെന്ന് ഓർത്ത് വെക്കും. ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാനെന്തിനാ അവരെന്തും മാത്രം കഷ്ടപ്പെട്ടു, അവരെന്തും മാത്രം അവരുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ടുമില്ല, ജയിലിൽ കിടന്നു, അവർ പട്ടി കിടന്നു. അപ്പം ഞാൻ അപ്പം പിന്നെ പുള്ളി അങ്ങോട്ട് അധികം പറയാൻ സമ്മതിക്കത്തില്ല. അപ്പം എനിക്കിത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനമാണ്, ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാനൊരു രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും ഉദ്ദേശിച്ചില്ല മക്കളെ. എൻ്റെ ഫീൽഡ് ആൽപ്പികമാണ്. 74 വയസ്സായി. ഇനി അങ്ങോട്ട് പോകാൻ 7 വയസ്സാണ് മോശയുടെ വയസ്സ്. ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 7 വയസ്സാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ വിധി പ്രകാരം എൻ്റെ 100 വയസ്സാണ് തോന്നുന്നു, അല്ലേ 120. എന്നാൽ എനിക്കറിയത്തില്ല ഹൈന്ദവക്കാർക്ക് ഞാൻ പറഞ്ഞത് ശരിയാവും. യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന 120 വയസ്സാണ്. അപ്പം അത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയും ഇവിടുന്ന് വലിയ കഷ്ടതയും ഇല്ലാതെ കടന്നു പോകണം. ഏറ്റവും മകനെതിരെയിട്ടല്ല, ഒരു ഐഡിയോളജിയാണ്. മകനോട് വ്യക്തിബന്ധം വേറെ. പത്തനംതിട്ട പ്രചരണത്തിന് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇങ്ങനൊരു പച്ചക്ക് ബന്ധം വെച്ച് നമുക്ക് ഇന്ത്യ മുന്നണി, കോൺഗ്രസ്, UDF ജയിക്കണം. അല്ല അതിനകത്തൊരു വ്യക്തിപരമായൊരു ഒരു സംഘർഷമൊന്നുമില്ല മക്കളെ. അതിൻ്റെ ഒത്ത് അങ്ങനത്തെ ഒരു സംഘർഷമൊന്നുമില്ല. എനിക്ക് അനിൽ ചടിമനും പോലെ തന്നെയാണ്. ആ ബന്ധം അങ്ങനെ മാതൃബന്ധം അതിന് പൊട്ടിച്ചു കളയാൻ പറ്റും. ഏത് രാജ്യത്തിൽ പോയാലും ആ ബന്ധമൊക്കെ അവിടെ നിലനിൽക്കും. ഈ മകനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ BJP പോകുന്ന പറഞ്ഞ ഇങ്ങനെ പ്രചരണം വരുമ്പോഴേ വ്യക്തിപരമായ വിഷമമുണ്ടാക്കി. ഞാൻ അറിഞ്ഞ ഇന്നലെ ഞാൻ അറിയുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അവൻ്റെ ആദർശത്തിന് വേണ്ടി അവൻ്റെ അപ്പൻ എല്ലാം ത്യജിച്ചിട്ടേ ഉള്ളൂ. അവൻ ഈ നാളുകളൊന്നും അതിൻ്റെ അപ്പനായിട്ടൊന്നും അവന് കിട്ടേണ്ട പോലും കിട്ടിയിട്ടില്ല.
പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ 3 മക്കളും തുണ്ടം കണ്ടിട്ടില്ല, അവര് കോൺഗ്രസ് വിട്ട് പോകത്തില്ല. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരുടെ 2 ആണ്. മക്കളാണ് വേർത്ത് പോയത്. വ്യക്തിപരമായിട്ട് അത് ഒരുപാട് വേദനിപ്പിച്ചു. അത് വേദനിപ്പിച്ചു, 2 പേരുടെ കാര്യം. അതിൻ്റെ ഒരുപാട് വേദനിപ്പിച്ചു. അത് സത്യം തന്നെയാണ്. എൻ്റെ അച്ഛനോട് വിരോധമൊന്നുമില്ല. ചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ MLA ആവുന്നു. പക്ഷെ വേണ്ട ഒരു പരിഗണന പാർട്ടി നേതൃത്വം ചാണ്ടിയുമ്പോൾ നൽകുന്നു അല്ലെങ്കിൽ നൽകുന്നില്ല അങ്ങനെ തോന്നുന്നു. ഇപ്പൊ തന്നെ പ്രതിനിധിയൊക്കെ ഒരു അകറ്റി നിർത്തുന്നതായിട്ടോ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അവരെല്ലാ സാധനം നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോടെല്ലാം വലിയ താല്പര്യമായിട്ടൊക്കെ പെരുമാറിയിട്ടുള്ളൂ. ചാണ്ടിയമ്മനകത്ത് ഞാനത്ര അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇത്ര രാഷ്ട്രീയം അത്ര നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല. അത് ഈ പറഞ്ഞ നാളെ ചിലപ്പം മറ്റടുത്ത് വല്ലതും പൂരപ്പുഴ വല്ലതും പോകുമായിരിക്കും. എനിക്ക് ഒത്തിരി അധികം പോകാൻ പറ്റത്തില്ല. ആരോഗ്യം പിന്നെ ഒരുപാട് ഭക്ഷണക്രമങ്ങൾ, അത് യാത്ര. ഞാൻ 2006 തോന്നുന്നു, 2007 ഉമ്മൻചാണ്ടി അമ്മ മരിച്ച ശേഷം ആദ്യത്തെ CM ആയിട്ട് പിന്നെയുള്ള മത്സരം. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വിഷമായിരിക്കും. ഞാൻ എല്ലായിടത്തും ഒരു ബസ്സിലാണ്, എനിക്ക് ഓർമ്മയുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിടത്തും ഇറങ്ങിയിട്ടില്ല. മോനെ ഉച്ചയ്ക്ക് ഫാൻ ഇട്ടോ പോരെ, നയിച്ച ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് ഈ പുതുപ്പള്ളിയിൽ പോലും പ്രചരണത്തിൽ ഇറങ്ങിയിട്ടില്ല. ഈ പറഞ്ഞ കാരണമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണമില്ല മോനെ. ഐ എം ഡൗൺ ഫ്രഞ്ച് സെറ്റ്. ഒരു കാണുമില്ല. എന്നുവെച്ചാൽ സത്യം എപ്പോഴും ജയിക്കും. ഒരു കള്ളം പറഞ്ഞാൽ 10 കള്ളം പറയേണ്ടിയിരിക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവം. പിന്നെ ദൈവം സത്യമാണ്. അപ്പം അസത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും നമുക്കെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ പേരല്ലേ ഉള്ളേ. നമ്മളാരും മരിച്ചാൽ പിന്നെ ഇന്ന ആള് മരിച്ചെന്ന് പോലും പറയല്ല. ആളെ ശവദാഹം എപ്പോഴാ, അല്ലെങ്കിൽ ബോഡി എപ്പോഴാണ് എടുക്കുന്നേ, ബോഡി എവിടെ അന്നല്ലേ. പിന്നെ ബോഡി എന്നൊക്കെയല്ലേ പറയുന്നത്. പിന്നെ ആരെങ്കിലും നമ്മുടെ പേര് പറയോ? ഇന്നാളെ കൊണ്ട് ഇന്നടത്ത് ഇറക്കാമെന്ന്, ഇന്നാണ് ജയിപ്പിക്കാമെന്ന് പറയോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആത്മാവിനെ വീട്ടു. അതാണ് അവരവര് പറയുന്നതൊക്കെ അനുസരിച്ചൊക്കെ. ഞാൻ മോനോട് ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞു, ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി വന്ന് പറയാനോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് താല്പര്യം വെച്ചാൽ ഉമ്മൻചാണ്ടി പഠിപ്പിച്ചേക്കും, നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്. ആരെയും ഒരിക്കലും ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുക. ഞാൻ എൻ്റെ ആത്മീയത്തിൽ പഠിച്ചൊരു കാര്യം കൂടെ, നന്മ ചെയ്ത് മരിക്കുക. സത്യം ഈസ്റ്റർ കഴിഞ്ഞാൽ എനിക്ക് ദുഃഖവെള്ളി സന്ധ്യയായി. ഉള്ളിൽ ഇപ്പോഴും ഒരു ദുഃഖവെള്ളി സന്ധ്യ. ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഒരുപക്ഷെ അച്യുതൻ മത്സരിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞൊരു സംസാരവും ഉണ്ടായിരുന്നു. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്നപ്പോഴും ഒരുപക്ഷെ അച്യുതൻ വന്നേക്കും മറ്റു നിയമസഭയിലേക്ക്. അത് നാട്ടുകാർ പറഞ്ഞില്ലേ, വീട്ടുകാരെല്ലാം പറഞ്ഞു. അല്ല, പാർട്ടി നേതൃത്വം അങ്ങനെ അച്യുതനെ കൂടി കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ കുടുംബം എതിരെ നിൽക്കുകയോ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അല്ല, അങ്ങനെ ആ പശ്ചാത്തലത്തിൽ പ്രസക്തിയേ ഇല്ല. അങ്ങനെ ആരും ഒരിക്കലും എൻ്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അച്യുതനെ പറഞ്ഞിട്ടില്ലേ, പിന്നെ അവിടുന്ന് കുഞ്ഞിൻ്റെ സ്വസ്ഥമായിട്ട് പോകുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ചാണ്ടി തന്നെ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഉണ്ടെന്നാ എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് അങ്ങനൊരു കുറിച്ച് മതിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ തന്നെ. എന്തെല്ലാം പറഞ്ഞാലും എല്ലാവരെയും സ്നേഹിക്കുക, തമ്മിൽ സ്നേഹിച്ച് മുമ്പോട്ട് പോകുക.